നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അവിടെ വിനായക കാറ്ററിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ, പ്രധാനപ്പെട്ട ഒരു കാറ്ററിംഗ് സ്ഥാപനമാണ്. ശ്യാമുണ്ട്. ശ്യാം, എന്താണ് അവിടുത്തെ സ്ഥിതി? അവർക്ക് ഓർഡറുകൾ നടത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നിമിഷേ, ഈ ഒരു പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഭാഗമാണ് കാറ്ററിംഗ് വിഭാഗം. കാരണം കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്ററിംഗ് ഏജൻസി കൂടിയാണ് വിനായക. അവരെ സംബന്ധിച്ച് അവർക്ക് ഇനി സീസണാണ്. അതായത് ഈ മാസം 15-ാം തീയതിയോടുകൂടി മീനമാസം 1 കല്യാണങ്ങൾ തുടങ്ങുകയാണ്. നിരവധി കല്യാണങ്ങളുണ്ട്. അവരോടൊക്കെ എന്ത് പറയും എന്ന രീതിയിൽ അറിയാതെ നിൽക്കുകയാണ് ഉടമ. മഹാദേവൻ നമ്മോടൊപ്പം ചേരുന്നു. മഹാദേവ, വലിയ പ്രതിസന്ധിയിലാണല്ലോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നിലവിലത്തുള്ള അവസ്ഥ, നമുക്ക് ഗ്യാസ് എങ്ങനെ ലഭ്യമല്ല. ഏജൻസീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ വിളിച്ചിട്ട് ഗ്യാസ് വന്നില്ല, സപ്ലൈ ഇല്ലെന്ന് തന്നെ പറയുന്നത്. 5 സിലിണ്ടറിന് മുകളിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്നു തന്നെ ഇല്ല. 5 സിലിണ്ടർ തന്നെ വേണമെന്ന് പറഞ്ഞാൽ 1-2 സിലിണ്ടറാണ് നമുക്ക് സപ്ലൈ കിട്ടുന്നത്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്കിവിടെ ഒരു ദിവസം എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്? എങ്ങനെയാണ്, എത്ര ഗ്യാസ് സിലിണ്ടർ വേണ്ടി വരും? നമുക്ക് ആവറേജ് ഒരു ദിവസം ഒരു 300-350 പേരുടെ ഭക്ഷണം നമ്മളിവിടെ ഡെയിലി പാകം ചെയ്യുന്നതാണ്. നമുക്ക് ആവറേജ് ഗ്യാസ് നോക്കുകയാണെങ്കിൽ ഒരു 5 സിലിണ്ടർ 6 സിലിണ്ടർ ഗ്യാസ് ഡെയിലി വേണ്ടി വരും ഓൺ ആൻ ആവറേജ്. ഇന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇന്ന് എത്ര പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കിയത്? എത്ര പേർക്ക് ക്യാൻസൽ ചെയ്തു? ഇന്ന് ഏകദേശം ഒരു 150ഓളം പേർക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 50-60 ആൾക്കാർക്ക് മാത്രമേ ഇന്ന് കൊടുത്തിട്ടുള്ളൂ. എത്ര സിലിണ്ടർ ഉണ്ട്? ഇപ്പൊ ആ കൂടി ഇവിടെ 3 സിലിണ്ടർ ഇരിക്കുന്നുണ്ട്. അതിന്റെ ശേഷിക്കുന്നത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. ഷട്ട് ഡൗൺ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ ആലോചിക്കുന്നു. പക്ഷെ സിലിണ്ടറിന്റെ അവൈലബിലിറ്റി ഒട്ടും തന്നെ കിട്ടുന്നില്ല. 1-2 സിലിണ്ടേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. കാരണം ഏറ്റുവെച്ചിരിക്കുന്ന പരിപാടികൾ ഇപ്പോൾ കുംഭമാസമാണ്. 15-ാം തീയതി തൊട്ട് 1-ാം തീയതി തുടങ്ങുകയാണ്, മീനം തുടങ്ങുകയാണ്, സീസൺ തുടങ്ങുകയാണ്. സീസൺ തുടങ്ങുകയെന്ന് വെച്ചാൽ കല്യാണം തുടങ്ങണു, നോയമ്പും കഴിയണു ആൾക്കാരുടെ. അപ്പോൾ അതിനനുസരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ എസെൻഷ്യൽ ഐറ്റം അല്ല ഗ്യാസ്. അതില്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രോപ്പറായിട്ടൊരു തീരുമാനം, പ്രോപ്പറായിട്ടൊരു മറുപടി ഒരു ഏജൻസി നമുക്ക് തന്നില്ല. വിളിക്കുമ്പോഴത്തേക്കും അവർക്ക് ലോഡ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഇത് വലിയ രീതിയിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. മൊത്തം ഈ ഇൻഡസ്ട്രീനെ മൊത്തം കംപ്ലീറ്റ് ആയിട്ടാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഈ 15-ാം തീയതി കല്യാണത്തിന് നമുക്ക് എത്ര പേരുടെ ഫംഗ്ഷൻ ആണുള്ളത്? അവരോട് എന്തെങ്കിലും സംസാരിച്ചോ? അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 1000-1250 പേർക്കുള്ള ഫംഗ്ഷനാണ് ഇപ്പോൾ ഞായറാഴ്ചത്തേക്ക് നിൽക്കുന്നത്. അവരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മാക്സിമം ചെയ്തു തരാമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ മുമ്പോട്ട് വരും ദിവസങ്ങളിലുള്ള മുഹൂർത്തങ്ങളും കല്യാണങ്ങളും ഏറ്റുവെച്ചിരിക്കുന്ന പ്രീ ബുക്കിംഗ് ഓർഡേഴ്സിനോടും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിൽക്കുകയാണ്. ഇപ്പം ഇന്നലെ തൊട്ട് അവരായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്കിത് അഷ്വർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗ്യാസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് രൂക്ഷമാവുകയുള്ളൂ വരും ദിവസങ്ങളിൽ. ഇനിയിപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള നിലനിൽപ്പ് എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വരെ നമുക്ക് എങ്ങനെ ഇത് നമുക്ക് ഏറ്റുവെച്ചിരിക്കുന്ന പരിപാടികൾ തീർക്കാന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. അതിനുശേഷമേ ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. നാളെ ഇനിയിപ്പോൾ എത്ര പേരുടെ ഒരു നടത്താൻ പറ്റും? നാളെ ഏകദേശം ഒരു 100-120 പേരുടെ പരിപാടി. അതിനുള്ള ഗ്യാസ് ഉണ്ടെന്നോ? ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ ബാലൻസ് ഉള്ള ഗ്യാസ് വെച്ച് നാളെ തീർക്കണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. നാളത്തെ കഴിഞ്ഞാൽ എന്തെന്നൊരു ഇല്ല, ഇത് തീർച്ചയായിട്ടും അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്നലെ ലോഡ് വരുന്നിട്ടില്ല, മിനിഞ്ഞാന്ന് വന്നിട്ടില്ല. കഴിഞ്ഞ മാസം ഈ മാർച്ച് മാസം 5-ാം തീയതിക്കാണ് ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും ഇറങ്ങുന്നത്. പക്ഷെ തിങ്കളാഴ്ച തൊട്ടാണ് പൂർണ്ണമായിട്ടും നമുക്ക് കൊമേഴ്ഷ്യലും ബാക്കിയുള്ള ഒന്നും സപ്ലൈ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കമ്പനിയിൽ നിന്ന് ലോഡ് പോലും വിട്ട് കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഗ്യാസ് ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നില്ല, അവർക്ക് ലോഡ് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊരു തീരുമാനമോ കാര്യങ്ങളോ ഇന്നേ വരെ നമുക്ക് അപ്ഡേറ്റഡ് അല്ല. ഇവിടെ നമുക്ക് എത്ര ജീവനക്കാരുണ്ട്? എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ? ജീവനക്കാർ നമുക്ക് ഏകദേശം റൊട്ടേഷൻസിൽ 10-60 പേര് ജീവനക്കാരുള്ളതാണ്. അവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ കോവിഡിന് സമാനമായ ഒരു രീതിയിലേക്ക് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണോ, അല്ല അതിനേക്കാട്ടിലും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണോ പോകണമെന്നുള്ളൊരു വലിയൊരു ആശങ്കയിൽ നിൽക്കുകയാണ് അവരുടെ കാര്യം. കാരണം നമുക്ക് പണിയില്ലെങ്കിൽ പിന്നെ അവരിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അവരുടെ കുടുംബം കഴിഞ്ഞ് പോകണ്ടേ. അവരെന്ത് ചെയ്യുന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ തൊഴിലാളികളാണെങ്കിലും അവർ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആ സമയത്ത് അവരെത്തുമെന്നുള്ളതും വലിയൊരു ആശങ്കയിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മുതലാളിമാരാണ്. 100% അതെ. കാരണം ഇതിപ്പോ ഈ ഒരു ഇതിനോട് തൊഴിലാളികളെ നിലനിർത്തണം, അതോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. നമുക്ക് ഒരു കാര്യമല്ലല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. ഇവരുടെ കാര്യം നോക്കണം, ബുക്കിങ്ങിന്റെ കാര്യം നോക്കണം, സിലിണ്ടർ. ശരിയാണ് അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രശ്നമാണ്. തൊഴിലാളികൾക്കും പ്രശ്നം, മുതലാളിമാർക്കും പ്രശ്നം, നടത്തിക്കൊണ്ടുപോകുന്നവരും ഒക്കെ പ്രശ്നത്തിൽ, ഇതിനെ ആശ്രയിക്കുന്നവരും ഒക്കെ കുഴപ്പത്തിലാണ്. ഇതാണിപ്പോൾ അവിടുത്തെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആണ്, അവിടെ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവച്ചത്. കാറ്ററിംഗ് സ്ഥാപനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. കല്യാണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആഘോഷ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കലൊക്കെ എല്ലാം വലിയൊരു ആശങ്കയിൽ തന്നെ നിൽക്കുകയാണ്. നാളെ എന്ത് ചെയ്യാൻ പറ്റും, നാളെ പരിപാടി നടക്കുമോ എന്ന ആശങ്ക എല്ലാവരിലും ഉണ്ടാകും. അത് നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറി കടക്കാരനെയും എല്ലാ കടക്കാരെയും അത് ബാധിക്കും, എല്ലാ തരം മനുഷ്യരെയും ബാധിക്കും.